ചിലരൊക്കെ അങ്ങ് വിചാരിക്കും എന്നാ സുഖമുള്ള പരിപാടിയാണ്, എന്നാൽ പിന്നെ ആ സുഖം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം മോർണിംഗ് ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങും കേട്ടോ. എൻ്റെ മയിൽവാനം എടുത്തുകൊണ്ട് നമ്മുടെ കടയിൽ ഇനി ഒരുപാട് പണികൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. നിപ്പിന്ന് ഞാൻ ഇരിക്കുന്ന എപ്പോഴാണെന്ന് എനിക്കെന്നെ അറിയത്തില്ല. അപ്പോൾ അതായത് ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെൻഡിങ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം ഇത് ആക്ച്വലി ബോംബെയിൽ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്താണ്. അവർ നേരത്തെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തു, അതേ സെയിം പാറ്റേൺ തന്നെ വേറെ 2 ഷെയ്ഡ്സാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ആൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ 2 ഷെയ്ഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു പാറ്റേണും കൂടെ ആൾക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബോംബെയിലുള്ള കസ്റ്റമറിന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. അങ്ങനെ കുറേയധികം നമുക്ക് ഇന്ന് കൊറിയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും 3 മണി വരെ കൊറിയറുള്ളൂ. ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ, നൂലൊക്കെ വെക്കാനുള്ള, അങ്ങനെ കുത്തിയൊക്കെ വയ്ക്കാം. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ കുത്താനും പിടിക്കാനും ഒന്നും നിൽക്കാറില്ല. പിന്നെ ഇതെല്ലാം അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് പാക്കിംഗ് ഒക്കെ ചെയ്ത് വേണം ഇന്ന് കൊറിയർ അയക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ കട്ടിങ്ങും പരിപാടിയും നടക്കുകയാണ്. കാര്യം നമ്മുടെ ബൈനെ നമ്മൾ വെറുതെ ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പം അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കൊറിയർ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ റെക്കോർഡിങ്സും കാര്യങ്ങൾ, അതായത് എന്താ പറയുക, ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ വലിയ എഡിറ്റിംഗ് ഒന്നും അല്ല, നമുക്ക് എന്നെ കൊണ്ടറിയാവുന്ന രീതിയിൽ അതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊറിയർ ഞാൻ ഏകദേശം 2:20 ആയപ്പോൾ അയച്ചു. അതിൻ്റെ ഇടയിൽ ഫുഡ് അടിയൊന്നും നടന്നിട്ടില്ല. പിന്നെ വൈകുന്നേരം ഒരു ചായ, അപ്പുറത്തെ കടയിൽ നിന്ന് ഞാൻ ചായ വാങ്ങിച്ച് റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് വരും കേട്ടോ. ഒരു നാണോ മനമില്ലാണ്ട്. അപ്പം പിന്നെ ഇതേപോലെ പിന്നെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം ഓർമ്മയുണ്ട്, ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അത് ഞാൻ വെറുതെ വിടത്തില്ല. അപ്പം ബാക്കിയുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറൗണ്ട് ഒരു 7 മണി വരെ, അതിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സ് വരും, അവരെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് ഏകദേശം രാത്രിയായി. കുറച്ച് ചെയ്യാനുള്ളത് ബാക്കി വെച്ച് അത് ഞാൻ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോരുവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.